നമസ്കാരം. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്സിഡൻ്റാണ്. ഈ ആക്സിഡൻറ്റിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് കുറവും ആക്സിഡൻറ്റിൽ പെടുന്നത് അതിൻ്റെ 10 ഇരട്ടിയുമാണ്. ഇപ്പോൾ നമ്മൾ മരിക്കുന്നത് മാത്രം ആളുകൾ ശ്രദ്ധിക്കും. അതിൻ്റെ കൂടെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ മരിച്ചു അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ, ഈ പുറകെ ഇരിക്കുന്ന ആളെ പറ്റി നമ്മൾ അറിയുന്നില്ലല്ലേ. ഇതെല്ലാം ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. മരിക്കുന്നത് മാത്രം കണക്കിൽ ബാക്കിയൊന്നും വരുന്നില്ല. അപ്പോൾ അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഈ ആക്സിഡൻറ്റിൽ മരിക്കാതെ രക്ഷപ്പെടുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആളിന് മരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സീരിയസ് കേസായി ഇവൻ ജീവിക്കത്തില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മരണം തന്നെയാണ് നല്ലത്. അതിൻ്റെ കാരണം അല്ലെങ്കിൽ ജീവിത അവസാനം വരെയും, അതായത് ബേർഡൻ ടു ഹിംസെൽഫ്, അതായത് ഒരു വലിയ ബേർഡൻ ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് തന്നെയാണ്. പിന്നെ ബേർഡൻ ടു ദി ഫാമിലിക്കും ബേർഡനാണ്. അത് കഴിഞ്ഞാൽ ബേർഡൻ ടു ദി സൊസൈറ്റിക്കും ബേർഡനാണ്. അത് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ കൊണ്ട് രാജ്യത്തിനൊരു പ്രയോജനമില്ല. അപ്പം ബേർഡൻ ടു ദി നേഷൻ. അതുകൊണ്ട് സീരിയസ് ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ മരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വിചാരിക്കും ഡോക്ടർ ഒരു ദുഷ്ടനാണല്ലോ, മരണത്തിന് കൂട്ടിനിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മേഴ്സിഫുൾ കില്ലിംഗ് ഉണ്ട്. ഈ രോഗി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ രോഗിക്ക് ഭയങ്കര സഫറിങ്സാണ്. അങ്ങനെ മെഡിക്കൽ ബോർഡ് കൂടി അവർ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുപോലെ എക്സെപ്ഷണൽ കേസാണ്. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണിത്. കാരണം ഞാൻ പ്രധാനമായിട്ട് ഈ ആക്സിഡൻറ്റ് അതായത് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് മെഡിക്കലായിട്ടും സർജിക്കലായും റിജക്റ്റ് ചെയ്യും. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടേ. അതിനായിട്ട് ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 20-30 വർഷം കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് ഒരു ജനറലായിട്ടൊരു അറിവിന് വേണ്ടി പറയുന്നതാണ്. ഈ ആക്സിഡൻറ്റ് വരുമ്പോഴത്തേക്ക് ഒന്നിൽ തലയടിച്ച് വീഴും, അല്ലെങ്കിൽ കഴുത്തിന് ഇടിപറ്റും. ആ പേഷ്യൻറ്റിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആയുസ്സിൽ രക്ഷപ്പെടാൻ വലിയ പാടാണ്. പക്ഷേ അവൻ ഓർമ്മ കാണും, അന്നേരം തന്നെ കാലും കൈയും സ്തംഭിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്നത് ക്വാഡ്രിപ്ലീജിയ, ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ. ക്വാഡ്രിപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് താഴെ തളർന്നു പോവുക. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളിക്ക് താഴെ തളർന്നു പോവുക. പിന്നെ ഒരു സൈഡ് തളർന്നു പോവുക. അപ്പോൾ ഇത് ഒരു തളർച്ചയുടെയാണ്. കാരണം ഇതിൻ്റെ എല്ലാ സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനാണ്. ബ്രെയിനിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് സ്പൈനൽ കോഡ്. ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ വന്നു കഴിഞ്ഞാൽ ഇത് പെർമനൻ്റായിട്ട് കിട്ടും. അത് മാറ്റാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തിനും മെഡിസിനൊരു ലിമിറ്റേഷനുണ്ട്, സർജറിക്കും ലിമിറ്റേഷനുണ്ട്. പിന്നെ ലിമിറ്റേഷൻ ഇല്ലാത്തത് നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഡ്രഗ്ലെസ് തെറാപ്പിയാണ്. ഡ്രഗ്സ് ഒന്നും ഏൽക്കാത്ത കണ്ടീഷനിൽ അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയും. അതിൻ്റെ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിലാണ്. ഇതേപ്പറ്റി നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, അവർ ആരും ഈ ഒരു സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതേപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അവരത് കേൾക്കത്തില്ല. എനിക്ക് ഒരുപാട് പേഷ്യൻസിനെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്വാഡ്രിപ്ലീജിയ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ആശ്വാസം കൊടുത്ത് ചിലപ്പോൾ അവർ നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ ഞരമ്പ് കംപ്ലീറ്റ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. അതേസമയം ലാസറേഷൻ എന്ന് പറഞ്ഞാൽ ചതവാണെങ്കിൽ പോസിബിളാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് ഇത് തന്നെയാണ്. പിന്നെ ഇളിക്ക് താഴെ. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു മിറക്കിൾ ഓഫ് അക്യുപഞ്ചർ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും രോഗികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വളരെ അനുഗ്രഹമായിരിക്കും. ഇപ്പോൾ കൈ പൊക്കാൻ വയ്യെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാം. ഈവൻ ഊമകൾക്ക് വരെയും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് പറഞ്ഞ് ആരും വിശ്വസിക്കുമോ? പിന്നെ അക്യുപഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതായത് ബോധം കെടുത്താതെ എങ്ങനെ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്യാൻ സാധിക്കും.
അത് ഈ സർജിക്കൽ സമയത്ത് രോഗി ബോധവാനായിരിക്കും, വെള്ളം കുടിക്കാം, പാട്ട് കേൾക്കാം, ഇതെല്ലാം ചെയ്യാം. ഞാൻ ഈ അക്യുപഞ്ചർ അനസ്തേഷ്യ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചൈനയിൽ പോയിട്ടുള്ളത്. അതും 1975. അപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ചൈന മാത്രമാണ്. ലീഗലായിട്ട് അവർക്ക് ഇതിനൊരു ഒബ്ജക്ഷനില്ല. അതേസമയം ബാക്കി എല്ലാ കൺട്രിയും ലീഗലായിട്ട് അവർ അനുവദിക്കുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയാം. ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് രോഗികൾക്ക് നിങ്ങളുടെ അടുത്തെവിടെയെങ്കിലും എല്ലാ ട്രീറ്റ്മെൻറ്റും വേണം. അതിൽ മോഡേൺ മെഡിസിൻ വേണം, ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് വേണം, ആയുർവേദം. ഒരു സിസ്റ്റത്തിനെ നമുക്ക് മാറ്റി നിർത്തണ്ട. പക്ഷേ ഇതും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ തന്നെയും അവിടെ ഡെയിലിയുള്ള കാര്യങ്ങളെങ്കിലും നടത്താൻ സാധിക്കും. അതുപോലെ യൂറിൻ കൺട്രോൾ വരാം, മലമൂത്ര വിസർജന കൺട്രോൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാ കേസും അങ്ങനെ വരണമെന്നില്ല. ഇപ്പം ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഡോക്ടർ അല്ലാതെ വേറെ. ഞാൻ പറഞ്ഞു ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഡോക്ടേഴ്സിനെ കിട്ടും. അതിന് ഒരു പ്രതിവിധി ഇപ്പോൾ അവരുടെ അസോസിയേഷൻ ഇതൊക്കെ ഉണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള, കാരണം അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ ഒരു പ്രയോജനം നമുക്ക് വരണമല്ലോ. ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ഹോളിസ്റ്റിക് മെഡിസിനാണ്. എല്ലാ സിസ്റ്റവും കമ്പയർ ചെയ്ത് ചേർത്തുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ബൈപ്പാസ് എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, അതിന് ആൻജിയോഗ്രാമിറ്റി എങ്ങനെ ഒഴിവാക്കാം. പിന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ എന്ന് പറയുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും അതിൻ്റെ സർവീസിനും വേണ്ടി നിങ്ങൾക്കൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.